ഈ ഡി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ VDSP പുതിയ പോസ്റ്റാണ്. 2 പഞ്ചായത്താണ് ഡ്യൂട്ടി ഉള്ളത്. വ്യവസായ വകുപ്പിൻ്റെ നേരിട്ടുള്ള കോൺട്രാക്ട് സ്റ്റാഫാണ്. പഞ്ചായത്തിൽ സിറ്റിംഗ് ആണെന്നേ ഉള്ളൂ. പക്ഷേ 2 പഞ്ചായത്തിലായതുകൊണ്ട് 15 താങ്ങിയിട്ടില്ല. ഇപ്പോൾ വിളിക്കാം, ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇവിടേക്ക് വന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഗോവിന്ദ് സാർ വിളിച്ചിട്ട് ഉദ്യോഗത്തിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. ഇത് നല്ല വ്യവസായ വകുപ്പിൻ്റെ MSME സർട്ടിഫിക്കേഷനാണ്. നമ്മളെ സാധാരണ ആധാർ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ആധാർ വേണ്ട. 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ആധാർ വേണം. അതേപോലെ ഒരു സംരംഭത്തിന് നിർബന്ധമായിട്ട് വേണ്ടിയിരിക്കേണ്ട ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ചെറിയൊരു സർട്ടിഫിക്കേഷനാണ് ഉദ്യം എന്ന് പറയുന്നത്. പണ്ട് ഉദ്യോഗാധാർ എന്നുള്ള പേരിലേക്ക് എഴുതിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പം അതങ്ങനെയല്ല. 10-15 മിനിറ്റ് കൊണ്ട് ഒരു ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ മൾട്ടിപ്പിൾ യൂണിറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഒരു മെയിനായിട്ടുള്ള ഇപ്പം കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങൾ, പല പരിപാടികൾ മെയിനായിട്ടൊരു പേരുണ്ടാവും. അതിൻ്റെ മൾട്ടിപ്പിൾ പേരുകളായിട്ട് വേറെ കുറേ കണ്ടിട്ടുണ്ടാവും. ഒരേ സാധനം തന്നെ ഇപ്പോൾ ഉദാഹരണം പെപ്സി, കൊക്കക്കോള അതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ടീമിൻ്റെ കാര്യം, മെയിൻ മാനുഫാക്ചേഴ്സ്. അങ്ങനെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് പോകാം. ഈ ഉദ്യത്തിൻ്റെ ഉദ്ദേശത്തിലുള്ളൂ ഒരു സംരംഭമാകുമ്പോൾ സംരംഭത്തിനൊരു അടിസ്ഥാനം. ഇപ്പം നമ്മളെ പഞ്ചായത്ത് ലൈസൻസോ പരിപാടിയൊക്കെ എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, ചില വീട്ടിലത്തെ സംരംഭങ്ങൾക്ക് പണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എടുക്കാനൊക്കെ പറ്റും, പക്ഷേ അതിനെക്കുറിച്ച് കാറ്റഗറി 1 അങ്ങനെ കാറ്റഗറി 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് അതും ബുദ്ധിമുട്ടല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണം. ബാങ്കിലായാലും നമുക്ക് ലൈസൻസിന് ഈക്വൽ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു സർട്ടിഫിക്കറ്റ്, കാരണം നമ്മൾ ഗവൺമെന്റിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉദ്യം ഉള്ളത്. ഉദ്യം ഇപ്പോഴാണത് വ്യവസായ വകുപ്പിലായാലും മറ്റുള്ള വകുപ്പുകളിലായാലും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പണ്ട് വെറുതെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും ആരും കിട്ടുന്നില്ല. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യണം, കൂടിയാണ്. മാത്രമല്ല സൈറ്റ് എല്ലാ ലോണുകൾക്കും ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും അതെന്താണ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സൈറ്റ് ഒരു മാസത്തിൽ 4-5 തവണ മാത്രമേ വർക്ക് ആവുള്ളൂ. രാവിലെ 5:45 ഇരുന്നിട്ടും വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ രാത്രി 1 മണിക്ക് ഇരുന്നിട്ടും ഉദ്യം ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ അതിനൊക്കെ എന്നാലും നിങ്ങൾ കൂടെ ഉണ്ടാവും. കാരണം 3 OTP വരും. 3 OTP വരും. 1:15 ഞാൻ ചെയ്തിട്ടുണ്ട് 15 ഉദ്യം രാവിലെ 5:45 നീച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ്. ഇതില്ലാതെ സബ്സിഡിയും കിട്ടൂല, ഒരു ആനുകൂല്യം കിട്ടൂല. എന്തിന് ഞങ്ങളെ വ്യവസായ വകുപ്പ് പീരിയോഡിക്കലി ഓരോ ടൈമിലായിട്ട് ഓരോരോ ക്ലാസ്സുകൾ നടത്തും. ആ ക്ലാസ്സുകളിൽ കയറ്റി പോലില്ല. എല്ലാ ഉദ്യം ഉണ്ടെങ്കിൽ ഉദ്യം നിങ്ങളെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് പരിപാടിയാണെങ്കിലും കയറ്റേണ്ടി ചെയ്യുള്ളൂ. അപ്പോൾ ഉദ്യമാണ് ഇപ്പോൾ എല്ലാത്തിനും ഒരു ബേസിക് ആയിട്ട് വരുന്നത്. ഇപ്പം പൈസ ഒന്നുമില്ല, ഇപ്പോൾ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഉദ്യം എടുക്കാൻ വളരെ സിമ്പിളാണ്. ആകെ 3 ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും വേണ്ടത്. ഒന്ന് ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളൊരു വെരിഫിക്കേഷൻ ആണ്. നിങ്ങൾ ശരിക്കുള്ള മനുഷ്യന്മാരാണോ, ഇപ്പോൾ ജീവനോടുള്ള ആളെയാണോ, അതോ ആ സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സംഭവം. രണ്ടാമത്തത് പാൻ കാർഡ്. ഇത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ ഒരു OTP വരും. ആ OTP നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നിങ്ങളെ പേര് പാൻ കാർഡ് ഉണ്ടോ, പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് പോകുള്ളൂ. അപ്പോൾ പാൻ കാർഡ് നമ്മുടെ ഡീറ്റെയിൽ ക്ലിയർ ആക്കി. ഇപ്പോൾ ആധാറിൽ വേറെ പേര്, പാൻ കാർഡിൽ വേറെ പേരാണെങ്കിൽ ക്ലാഷ് ആയി. ഇത് രണ്ടും ഒരാളല്ല എന്നുള്ള പറഞ്ഞിട്ട് അതവിടെ നിൽക്കും. പിന്നെ ഈ പേര് കൃത്യമാണെങ്കിൽ അടുത്ത നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്ത് ടൈപ്പ് യൂണിറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്, പ്രൊപ്പറേറ്ററി ആണോ ഒറ്റക്കാണോ എന്നൊക്കെ ചോദിക്കും. അതിന് കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ചോദിക്കും. അങ്ങനെ കുറച്ച് നിങ്ങളെ യൂണിറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് കൃത്യമായിട്ട് ചോദിക്കും. അതൊക്കെ കൊടുത്ത് ലൊക്കേഷൻ വരെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ മാപ്പ് വരും. ആ മാപ്പിൽ നമ്മൾ ഏകദേശം ഒരു ലൊക്കേഷൻ, ഇപ്പം നിങ്ങളത് എവിടെയാണോ, നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ കിട്ടൂല. ഇപ്പം എവിടെയാണോ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ലൊക്കേഷൻ കൊടുക്കും. ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താകും, ചെയ്യുന്ന NIC കോഡ് എന്ന് പറയും. NIC കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മുന്നേ നിശ്ചയിച്ച കുറച്ച് കോഡുകളുണ്ട്. മാനുഫാക്ചറിന് കുറച്ച് കോഡുകൾ, സർവീസിന് കുറച്ച് കോഡുകൾ, ട്രേഡിങ്ങിന് കുറച്ച് കോഡുകൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് ഈക്വൽ ആയിട്ട് ചിലപ്പോൾ സെയിം സാധനം തന്നെ കിട്ടണമെന്നില്ല. തുന്നൽ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റൈൽസിന്റെ എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനോട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളൊരു കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തതിനാൽ ഒരു OTP വരും. അത് നമ്മൾ രണ്ടാമത് കൊടുത്ത ഫോൺ നമ്പറില്ലേ, ആദ്യം അത് ആധാർ കാർഡിൽ കൊടുത്ത ഫോൺ നമ്പറായിരുന്നു, പിന്നെ രണ്ടാമത് കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കിട്ടിക്കഴിഞ്ഞാൽ ഉദ്യമത്തിന് നമ്പർ കിട്ടും.
ഇത് കിട്ടിക്കാൻ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഉദ്യം നമ്പറും ഈ ഫോൺ നമ്പറും വെച്ച് വീണ്ടും ഒരു OTP. അങ്ങനെ ടോട്ടൽ 3 OTP, ആധാർ കാർഡും പിന്നെ പാൻ കാർഡും നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ്. വീട്ടിലാണ് യൂണിറ്റ് എങ്കിൽ ഇൻക്ലൂഡിങ് ബിൽഡിംഗ് നമ്പർ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്യണം. ഇനി അത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള പരിപാടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ കൊടുക്കുമ്പോൾ ഒറ്റക്കാണെങ്കിൽ പ്രൊപ്രൈറ്ററി, മറ്റേതാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഉദ്യത്തിൽ വേണ്ടത്. ഉദ്യം ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉദ്യം എന്ന് പറയുന്നത് ഒരു സംരംഭത്തിന്റെ ഒരു അടയാളമാണ്. ആ സംരംഭം നമ്മളെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളൊരു കേന്ദ്ര കണ്ടിട്ടുണ്ടാകും. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ, അത് ബേസിക്കലി ഉദ്യാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേസിക് രജിസ്ട്രേഷൻ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചാൽ 1 മണിക്കൂർ ഇരുന്നാലും 2 മണിക്കൂർ ഇരുന്നാലും കിട്ടൂല. സൈറ്റ് ഇന്നും അവൈലബിൾ ആണ്. മാസത്തിലാകെ 4 തവണ 5 തവണ കിട്ടില്ല. അത് ഓക്കെ ആണ്. ഈ സംഭവം എല്ലാം സെറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് മാക്സിമം. ആ കോളിൽ 15 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ആ കോളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ് ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒരുവിധം എൻ്റെ കയ്യിൽ ഉണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് കണ്ടുപിടിക്കാനും പ്രയാസമൊന്നുമില്ല. ഫോൺ നമ്പർ എടുത്താൽ മതി. ഇത് മാത്രമല്ല, ഇപ്പോൾ ഗവൺമെന്റ് അതിനൊരു ഹൈ ലെവൽ സിസ്റ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. GST എങ്ങനെ, GST നമ്പർ നമ്മൾ അടിച്ചു കൊടുത്താൽ GST നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടൂലേ? ഇല്ലേ? ഈ GST വരെ ഇൻക്ലൂഡഡാ. ഉദ്യത്തിനുള്ളിൽ ഈ GST കണക്റ്റഡാ. ഇൻ കേസ് നിങ്ങളെ പാൻ കാർഡിൽ ഏതെങ്കിലും GST കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യം തുറക്കുന്നതോടുകൂടി ആ ഉദ്യത്തിൽ കാണിക്കും ഇത്ര രൂപ നിങ്ങൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, ഇത്ര രൂപ നിങ്ങളെ മാസത്തെ വരുമാനം നടന്നിട്ടുണ്ട് എന്നൊക്കെ ഉദ്യത്തിൽ അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കാണും. മാത്രമല്ല, ഉദ്യം നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നിങ്ങൾക്കിപ്പോൾ വേറൊരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുക, നിങ്ങൾ ഉദ്യം നമ്പർ ചോദിച്ചു. ഉദ്യം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏതാണ് കമ്പനി, അത് ആരുടെ പേരിലാണ് ഉള്ളത്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉദ്യത്തിൽ ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പറ്റിക്കലോ പരിപാടികളൊന്നും നടക്കില്ല ഉദ്യം നമ്പർ കിട്ടുക. പിന്നെ മാത്രമല്ല, ഉദ്യം ഉണ്ടെങ്കിൽ സമാധാന പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോർട്ടലുകളുണ്ട്. നിങ്ങൾക്ക് പൈസ 3 മാസത്തിൽ കൂടുതൽ തന്നിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് നമുക്ക് കേസിലും കാര്യങ്ങൾക്കൊക്കെ പോവാം. അവരിന്ന് എങ്ങനെയൊക്കെ വാങ്ങും ചെയ്യാം. അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് ഉദ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേരളത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇല്ല. കാരണം ഇപ്പോഴാണ് ഉദ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നത്. ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലൊന്നും ഉദ്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒരു സ്ഥലത്തും കൊടുക്കുന്നില്ലേ. ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പം എല്ലാ സംരംഭങ്ങളുടെ ഉദ്യം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ലൈസൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും ഉദ്യം നിർബന്ധമാണ്. വീട്ടിലത്തെ സംരംഭം ആകുമ്പോൾ മുഴുവൻ ലൈസൻസ് എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അതിനുള്ള സംഭവം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഐഡിയ ആർക്കും കിട്ടിയിട്ടില്ല. ബിൽഡിംഗ് നമ്പറിന്റെ ആണ്ടല്ലേ 50% കൂടുതൽ വരാൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ബിൽഡിങ്ങിൽ അതിന്റെ ഏരിയയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ട സാക്ഷ്യപത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സെറ്റ് ആയിട്ടില്ല. ഇനി വരുന്ന ഏതെങ്കിലും ഇതില് ഭേദഗതികൾ എന്തെങ്കിലും വരുത്തിയിട്ട് വരുന്നുണ്ടാവും ഭാവിയിൽ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ ഫുഡിന്റെ സംരംഭങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കേണ്ട ലൈസൻസാണ് ഫുഡ് സേഫ്റ്റി. അത് ഇവിടെ കുറെ പേർക്ക് എടുത്തിട്ടുണ്ടാവും. കുറെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും. കാലാവധി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് എന്ത് ചെയ്യാം, പുതുക്കുകയാണെങ്കിൽ 3 ഇരട്ടി പിഴ വരും, ഫൈൻ വരും. നിങ്ങൾ 300 രൂപയ്ക്കാണെന്ന് എടുത്തെങ്കിൽ 900 രൂപ വരും. അത് 3 മാസത്തിനുള്ളിൽ എടുക്കണം, അല്ലെങ്കിൽ ആ നമ്പർ പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് വ്യവസായ വകുപ്പ് എന്ന് പറയുന്ന കുറെ സ്കീമുകളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഫുള്ളൊന്നും പറയുന്നില്ല. പുതിയതിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് വിടുകയാണ്. ഉദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ആവശ്യമാണ്. നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന സാധനം ഉദ്യം. എല്ലാവർക്കും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഉദ്യം എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് സമയത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയ സൈറ്റ് നല്ല ഷോക്കാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറയാൻ നല്ല പ്രയാസമാണ്. രാവിലേക്ക് നിശ്ചയിക്കേണ്ടി വരും. ഫുഡ് സേഫ്റ്റി ആണെങ്കിൽ എല്ലാ വർഷവും പുസ്തകം അത് നിങ്ങൾ കൊടുക്കണം. 5 വർഷം വരെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ 1 വർഷത്തിനാണ് എടുത്തെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുക്കണം. പുതുക്കിയിട്ടില്ലെങ്കിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 3 ഇരട്ടി പിഴയോട് കൂടെ എന്ത് ചെയ്യാം, പുതുക്കാം. അതല്ലെങ്കിൽ ആ ലൈസൻസ് ക്യാൻസൽ ആയി പിന്നെ പുതിയ കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ എല്ലാ ഇതിലും പാക്കിങ്ങിന് ഈ നമ്പർ ഇട്ടിട്ടുണ്ടാവും. പ്രശ്നമായില്ലേ? ആ നമ്പറേ അവൈലബിൾ ആവില്ല.
അപ്പോ ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സ്ക്വാഡ് വന്നിട്ട് ഈ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ലൈസൻസ് പുതിയത് കണ്ടിട്ടില്ല, ആ നമ്പറിൽ കണ്ടിട്ടില്ലെങ്കിൽ പാക്കിങ്ങിന്റെ അവിടെ നിന്ന് ഫൈൻ വരും, പഞ്ചായത്തിൽ നിന്ന് ഫൈൻ വരും, ഫുഡ് സേഫ്റ്റി ഓഫീസിൽ നിന്ന് ഫൈൻ വരും, ഒരു സംഖ്യ ഫൈൻ വരും, 4 സ്ഥലത്ത് നിന്നിട്ട് ഫൈൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, പുതുക്കുകയാണെങ്കിൽ അത് കൃത്യസമയത്ത് പുതുക്കുക, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യാം. പിന്നെ ഏത് സംരംഭമാണെങ്കിലും പാക്കിംഗ് ലൈസൻസ് 3 മാസത്തിനുള്ളിൽ എടുക്കണം എന്നാണ് പറയാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും 3 മാസത്തിനുള്ളിൽ എടുക്കൂല. കൊടുക്കാം, കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാം. അത് നിങ്ങളെ നെറ്റുക്കും വരാം, നിങ്ങൾക്ക് വേറെ ആളെ നെറ്റുക്കും കയറാം. അതന്നെയാണ് സംഭവം. ഒരു കാലത്ത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എത്തും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അങ്ങോട്ടും കിട്ടും. കൺസ്യൂമർ കോർട്ടിൽ കൊടുത്ത ഒരുവിധം ഒക്കെ തീരുമാനമാവും. പിന്നെ സംരംഭമൊക്കെ കണക്കാക്കാൻ. അപ്പൊ സംരംഭം ഇപ്പൊ ഇവിടെ ആണെങ്കിലും പറഞ്ഞിട്ടുള്ള കേസ് എന്താണ്, വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. വണ്ടി കൊടുത്ത് 3 വർഷം വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. സംഭവം ഞങ്ങൾക്ക് ആ 3 വർഷം നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങള് സംരംഭം വളർത്തിക്കൊണ്ടുപോയി അല്ലെങ്കിൽ നശിപ്പിച്ചു വെച്ച് വലിയ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ 3 വർഷം കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. എല്ലാവർക്കും സംരംഭം വളരെ വേണ്ടത്, താതുപോലെ വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നത്, വാങ്ങണമെന്ന് പറയുന്നത്. അനുഭവം കൊണ്ട് പറയാണ്. ഇതേപോലെ കുറേ സ്കീമുകൾ കൊടുത്തു കുടുങ്ങിയതായ ഞങ്ങൾക്കൊക്കെ 3 കൊല്ലം അത് നിർബന്ധമായിട്ട് വയ്ക്കണം. സബ്സിഡി തിരിച്ചു വാങ്ങും, ഒരു മാർഗമല്ല. കൊടുത്ത സാധനം തിരിച്ചു വാങ്ങും. അതിന് എത്ര, അതിപ്പോ 3 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം ആയില്ല, 3ാമത്തെ കൊല്ലം അവസാനത്തെ ഒരു ദിവസമാണ് സംരംഭം ഒഴിവാക്കിയതെന്ന് വിചാരിക്കുക, ഫുൾ സബ്സിഡി തിരിച്ചു വാങ്ങും. ഒരു ദിവസം ബാക്കിയുള്ളെങ്കിൽ. അതാണ് ഗവൺമെന്റ് സ്കീം. നമുക്ക് 3 കൊല്ലം വർക്ക് ചെയ്യുക, എഗ്രിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ 3 കൊല്ലം വർക്ക് ചെയ്തിരിക്കണം. പറഞ്ഞ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. പണ്ടൊക്കെ ഭേദഗതി കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ വരുത്തിയിരുന്നു. അതൊക്കെ ഇപ്പൊ തലയിൽ ഓട്ടോമാറ്റിക് കാര്യങ്ങൾ ഓരോന്ന് വരുന്നുണ്ട്. ഞാനൊക്കെ ഉറങ്ങിയിട്ട് ചില ഓഡിറ്റിങ് വരുമ്പോ ഉറങ്ങിയിട്ട് ഒരാഴ്ച 2 ആഴ്ച ഇങ്ങനെ ഉറങ്ങാതെ ശ്രദ്ധിക്കും. എന്താ അവര് ചെയ്യുക, എന്താ അവര് വരാത്തത്. നല്ല ടെൻഷനാണ്. അത് നിങ്ങളെക്കാൾ ടെൻഷനായിരിക്കും അത് നടത്തിയ ഉദ്യോഗസ്ഥർക്ക്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ആ സൈഡിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. നല്ല ടെൻഷനാണ്. ഞങ്ങൾ ഓഡിറ്റുണ്ട് ആ സംരംഭത്തിൽ. ഇതിന്റെ ഓഡിറ്റുകാർ വരുന്നുണ്ട്. ആ ഓഡിറ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതിന്റെ കറക്റ്റ് ബില്ല് വേണം, കറക്റ്റ് വരവ് ചെലവുകൾ എഴുതി വെക്കണം. ഓഡിറ്റാർ വരും, നോക്കും. ഞങ്ങള് എല്ലാ സമയത്തും ഇന്നാളെ ഓഡിറ്റിംഗ് ആണെങ്കിൽ ഇന്ന് അവർക്ക് എത്തിയിട്ടുണ്ടാവും പറയാൻ വേണ്ടിട്ട് അങ്ങനെയും ചെയ്യുമെന്ന്. പക്ഷെ ചെയ്യാത്തവര് ഉണ്ട്. അപ്പൊ സംരംഭം ചെയ്യുമ്പോ ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യം കണക്കിലെടുക്കേണ്ട സംഭവം വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കുറേ പോകും, ലക്ഷങ്ങൾ പോകും. നമ്മളിപ്പോ ഒരു 1000 രൂപ പോണ നോക്കണ്ട, 10 മാസം കഴിഞ്ഞത് 10,000 ആണ്. അപ്പൊ വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് നോക്കണം. ഒരു അച്ചടക്കം കൂടി ഉണ്ടാക്കലാണ് ഇങ്ങനത്തെ പദ്ധതികളിലുള്ള ഒരു സംഭവം. മെയിൻ ആയിട്ട് വരവ് ചെലവ് കണക്കുകൾ ഉണ്ടാക്കുക മാത്രമല്ല, സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഐഡിയാസ് ഉണ്ടാക്കുക. ഇപ്പൊ പറഞ്ഞല്ലോ, ആ സംരംഭം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് നിങ്ങൾ വേറെ സംരംഭം ഉണ്ടാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വണ്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ മാക്സിമം ഉണ്ടാക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെട്രോൾ വണ്ടിക്ക് പകരം ഇലക്ട്രിക് വണ്ടി ആക്കുന്നത് അതിന്റെ ഉദ്ദേശം വേറെയുണ്ട്. കാരണം എന്താ, ചെലവ് കുറവാണ്. വണ്ടി വാങ്ങാൻ കുറച്ച് ചെലവുണ്ടെങ്കിലും ഇപ്പൊ വില പറഞ്ഞ 1 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികളും ഉണ്ട്. കുറച്ച് കൂടുതൽ കിലോമീറ്ററുകൾ പോവാലോ, വീട്ടില് ചാർജ് ചെയ്യാണെങ്കിൽ വലിയ പ്രശ്നമല്ലല്ലോ. പെട്രോളിന്റെ ചെലവും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭമാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക. ഉദ്യോഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ ചെയ്തു തരാം. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഓരോന്നിനനുസരിച്ചിട്ട് സൈറ്റ് കിട്ടുന്നെങ്കിൽ അപ്പം തന്നെ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സൈറ്റ് എപ്പോൾ വണ്ടിയിൽ പോവാം, രാവിലെ കിട്ടും, അതേപോലെ സുബൈക്കും കിട്ടും, അല്ലെങ്കിൽ നട്ടപ്പാതിരൊക്കെ കിട്ടും. അതേ ഉറങ്ങാൻ. അപ്പൊ ആ സമയത്ത് നിങ്ങള് OTP പറയാൻ റെഡി ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ, അതൊന്നും പറയൂല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മുന്നോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാര് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം എല്ലാം ഓക്കെ ആവുമ്പോൾ ഹാജരാക്കാൻ പറയുന്നതിന്റെ കൂടുതല് നിങ്ങൾ കുറച്ചധികം നിങ്ങളതിന് പിന്നെ നടക്കേണ്ടി വരും. ഈ പേപ്പേഴ്സ് ഒക്കെ പറയാനുണ്ടല്ലോ,
അതെല്ലാം റെഡി ആകുമ്പോൾ ബുദ്ധിയും രജിസ്ട്രേഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കരാറും കാര്യങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്യണം, അധികം സമയമില്ല. ഇലക്ഷന്റെ ഡിക്ലറേഷൻ വന്നാൽ കോഡ് ഓഫ് കണ്ടക്ട് വരും. പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടക്കുള്ളൂ കേട്ടോ. അപ്പൊ എഗ്രിമെന്റ് വെക്കുന്നതൊക്കെ അത് കഴിഞ്ഞ് നടക്കും. പക്ഷെ നിങ്ങൾ രേഖകൾ ഹാജരാക്കുന്നതും അല്ലാതെ തയ്യാറാക്കുന്നതൊന്നും വൈകിപ്പിക്കേണ്ട കാര്യമില്ല, ചെയ്തോളൂ. പക്ഷെ എഗ്രിമെന്റ് വെക്കാൻ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുദ്രപത്രം വാങ്ങുന്നത് അതിനനുസരിച്ച് വാങ്ങിയാൽ മതിയാവും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നടന്നോട്ടെ. ഞങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് ഉള്ളത് കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ